ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറെ ആദരണീയനായ ശ്രീ ഉമ്മൻചാണ്ടി അവറുകളുടെ നിര്യാണത്തോട് ചേർന്ന് 9-ാം ദിവസത്തെ ദേവാലയത്തിലെ പ്രത്യേക ശുശ്രൂഷകൾക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവജനവും ഭാരതത്തിന്റെ ജനാധിപത്യ പ്രക്രിയയിലെ ഏറെ കാലവും ഓർക്കാവുന്ന ഒരു പിതാവ്, മലയാളത്തിന്റെ ഉത്തമ പുത്രൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പിതാവ്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ അഭിമാനമായ ഒരു പുത്രൻ. എത്ര ഏറെ വിശേഷണങ്ങൾ പറഞ്ഞാലും ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ നമുക്ക് വാക്കുകൾ കൊണ്ട് വരയ്ക്കുവാൻ കഴിയുകയില്ല. അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹം ഒരു ഇലക്ട്രിഫൈഡ് എക്സ്പീരിയൻസിൽ ആണ് കടന്നുപോയത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സംസ്കരിച്ചിട്ടുള്ള ഈ പുതുപ്പള്ളി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ജനം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജയറാം സാറാണ്, അനേക വലിയ വ്യക്തിത്വങ്ങൾ, MLA-മാർ, രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക ലോകത്തെ നേതാക്കൾ എല്ലാവരും ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട്. ദീർഘമായി പറയുവാനുള്ള ഒരു അവസരമല്ല എന്ന് എനിക്ക് അറിയാം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് സ്മരിക്കുവാൻ കഴിയുന്നത് ഫിഡോ എർഗോസും എന്നൊരു പദമുണ്ട്. ലത്തീൻ പദമാണ്. ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഉണ്ട്. എന്റെ വിശ്വാസമാണ്, എന്റെ തത്വമാണ് എന്നെ ഞാനാക്കി തീർക്കുന്നത്. പരിശുദ്ധ ഗീവർഗീസ് സഹദ 4-ാം നൂറ്റാണ്ടിൽ മറ്റ് എന്തിനേക്കാളും ഉപരി തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് നാം മനസ്സിലാക്കുന്നിടത്തോളം 23-ാം വയസ്സിൽ ധീരമായി ഈ ലോകത്തോട് ഭൗതികമായി യാത്ര പറയുകയും നിത്യതയിൽ ലോകമെമ്പാടും നിലനിൽക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ആ ഗീവർഗീസ് സഹദായുടെ ധൈര്യം, ശക്തി, വിശ്വാസം ഇതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട ഒരു വലിയ വ്യക്തിത്വമാണ് ശ്രീ ഉമ്മൻചാണ്ടി അവർ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം കാണുന്നു. ധീരമായി അദ്ദേഹം പറയുന്നു, എന്റെ വിശ്വാസമാണ്, അത് വ്യതിചലിപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവസന്നിധിയിലുള്ള സമർപ്പണം. പലരും എടുത്തു പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഞായറാഴ്ചകളിൽ പുതുപ്പള്ളി പള്ളിയിൽ എത്തുമായിരുന്നു. അതിനോട് എനിക്ക് കൂട്ടിച്ചേർക്കുവാനുള്ളത്, അഥവാ അദ്ദേഹം കേരളത്തിൽ ഇല്ലാത്ത സന്ദർഭങ്ങളിലെല്ലാം എവിടെ അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരമുള്ള ആരാധനയുണ്ടോ, ഞായറാഴ്ചകളിൽ, പ്രത്യേക ദിവസങ്ങളിൽ അവിടെ വന്ന് ഒരു സാധാരണക്കാരനെ പോലെ യാതൊരു പ്രത്യേക പ്രിവിലേജും എടുക്കാതെ അത് ഈ കട്ടിളപ്പടികളിൽ ഇരുന്ന് അതുപോലെ തന്നെ അവിടെ നിന്ന് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം എന്ന് മലങ്കര സഭയുടെ ഒരു മെത്രാപ്പോലീത്ത എന്ന നിലക്ക് അഭിമാനത്തോടെ പറയുവാനായിട്ട് നമുക്ക് കഴിയും. ഞാന് കുന്നംകുളം ഭദ്രാസനത്തിന്റെ ചുമതലയ്ക്ക് മുൻപ് അഹമ്മദാബാദ് ഭദ്രാസനത്തിന്റെ ചുമതലയായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ മീറ്റിങ്ങുകൾക്ക് ഒക്കെ വരുമ്പോൾ, ചാണ്ടി ഉമ്മൻ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാകും, ഉദയപൂരായിരുന്നാലും അഹമ്മദാബാദിലായിരുന്നാലും ഹൈദരാബാദിലായിരുന്നാലും ഒക്കെ സാർ ഇവിടെയുണ്ട്, സാർ പള്ളിയിലെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും
ഏറ്റവും അദ്ദേഹത്തെ ആദരിക്കുവാൻ അവിടെയൊക്കെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇന്ന് ഞാൻ പാർട്ടി കോൺഗ്രസിലാണ്, അതുകൊണ്ട് ഇന്ന് ആരാധന വേണ്ട എന്ന ഒരു ശൈലി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഏത് കാര്യങ്ങളിലും ആരെ എപ്പോൾ വിളിച്ചാലും അവിടെ ഇടപെടും. ജ്യോതിസ് ആശ്രമം ചാണ്ടി ഉമ്മൻ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ അറിയിച്ചു. അദ്ദേഹം അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു എന്ന് മാത്രമല്ല, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആശ്രമത്തിന്റെ ചുമതല വഹിക്കുന്ന ഫിലിപ്പോസ് റമ്പാച്ചനെ ചാണ്ടി ഉമ്മൻ വിളിച്ചിട്ട് അപ്പായ്ക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. കാര്യങ്ങളെല്ലാം ഭംഗിയായില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം, പുതുപ്പള്ളി പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് പരിശുദ്ധ ഗീവർഗീസ് സഭയുടെ തീർത്ഥാടന കേന്ദ്രമാണ്. എന്നാൽ ഇപ്പോൾ മുതൽ ഇത് വിശുദ്ധനായി നീതിമാനായി ജീവിച്ച ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരം സംസ്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു പുണ്യസ്ഥലവുമായിട്ട് അത്തരത്തിലുള്ള ഒരു തീർത്ഥാടന ഭൂമി കൂടെ ആയി മാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഡോക്ടർ വർഗീസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ പുതുപ്പള്ളി ദേവാലയത്തിന്റെ വാതിലുകൾ എല്ലാം സർവ്വജനതയ്ക്കും എല്ലായ്പ്പോഴും തുറന്ന് കിടക്കും. എല്ലായ്പ്പോഴും ആർക്കും ഇവിടെ വരികയും ഖബറിൽ പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഭൗതിക സാന്നിധ്യം സ്മരിക്കുകയും ചെയ്യുവാനുള്ള അവകാശവും അവസരവും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആ കുടുംബത്തോടുള്ള അമ്മാമയോടും മക്കളെല്ലാവരോടും ഉള്ള അനുശോചനം പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും അദ്ദേഹത്തിന്റെ ആ ഓർമ്മകളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു.